ശ്രീജിത്ത് പണിക്കർ നമുക്കൊപ്പം ചേരുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത്, വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം KS ചിത്രയ്ക്കെതിരെ നടക്കുകയാണ്. തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ബിംബം വീണുടഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടക്കമെങ്കിലും വളരെ മോശം കമന്റുകൾ അതിന്റെ ഭാഗമായി മുന്നോട്ട് വരുന്നു. വലിയൊരു ആക്രമണം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതും അത്രയും വലിയൊരു ഗായിക, എല്ലാവരും ആരാധിക്കുന്ന ഒരു ഗായിക, ഒരൊറ്റ പരാമർശം കൊണ്ട് എന്തുകൊണ്ട് ചിത്രയ്ക്ക് വിശ്വാസമായിക്കൂടാ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ബാക്കിയാകുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഇത് നമ്മുടെ സമൂഹം എത്രത്തോളം ഫേക്ക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് എന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായത്തിനോട് പോലും തീരെ സഹിഷ്ണുതയില്ലാതെ പെരുമാറുന്നത് എന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് നടാടെ കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ അല്പം നാൾ മുമ്പ് കണ്ടതാണ്. ചലച്ചിത്ര താരം ശ്രീ ജയസൂര്യ അദ്ദേഹം ഒരു വേദിയിൽ വെച്ച് സർക്കാരിന്റെ ഒരു പദ്ധതിയിൽ ഉണ്ടായിരുന്ന ചില പോരായ്മകളെ പറ്റി അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അനഭിമതനാകുന്നത് നമ്മൾ കണ്ടതാണ്. അത് നെല്ല് സംഭരണമായിരുന്ന വിഷയം. അല്പം മുമ്പ് നമ്മൾ ഇതേപോലെ തന്നെ എന്നാ താൻ കേസുകൂടെ എന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് റോഡുകളുടെ ശോച്യാവസ്ഥയെ പറ്റി പറഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെ രാഷ്ട്രീയമായിട്ട് അതിനെ എതിർക്കുകയും അദ്ദേഹത്തിനെ ബഹിഷ്കരിക്കണമെന്ന രീതിയിലത്തേക്കുള്ള ആഹ്വാനമൊക്കെ ഉണ്ടായി. ഏറ്റവും അടുത്ത് എനിക്കൊന്ന് ഒരാഴ്ചയായി കാണത്തേ ഉള്ളൂ, പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിൽ നടി ശോഭന പങ്കെടുത്തിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് ശോഭനയെ ബഹിഷ്കരിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സൈബർ ആക്രമണം തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണി മാത്രമാണ് ശ്രീമതി KS ചിത്ര എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ മതസ്വാതന്ത്ര്യമുണ്ട്, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മതത്തിന്റെ നിഷ്ഠയോടുകൂടി അനുവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് മൗലികമായിട്ട് കിട്ടിയിരിക്കുന്ന അവകാശമാണ്. അത് ഭരണഘടനാ ദത്തമാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീമതി KS ചിത്ര അവരുടെ താല്പര്യം അവിടെ പറയുന്നു, മറ്റുള്ള ആൾക്കാരോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആഹ്വാനം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അപരമത വിദ്വേഷത്തിനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിന് അവർ ശ്രമിക്കുന്നു പോലുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? അവർ പറഞ്ഞിരിക്കുന്നത് ആകെ എന്താണ്? 22-ാം തീയതി അയോധ്യയിലെ രാം മന്ദിറിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ്. അത് നടക്കുന്ന മുഹൂർത്തത്തിൽ നിങ്ങൾ എല്ലാവരും രാമരാമ ജപിക്കുക, വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ 5 തിരിയുള്ള നിലവിളക്ക് കത്തിച്ചു വെക്കുക എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇപ്പൊ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പറയുന്നതോ അല്ലെങ്കിൽ നാമം ജപിക്കാൻ പറയുന്നതോ എങ്ങനെയാണ് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെയോ രാഷ്ട്രീയക്കാരെയോ ഒക്കെ തന്നെ ഹേർട്ട് ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. സ്വന്തം മതവിശ്വാസത്തിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അഥവാ ആ മതവിശ്വാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പൂജാ കാര്യങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ജപമാണെങ്കിലും അതേപോലെ തന്നെ വിളക്ക് കൊളുത്തുന്നതാണെങ്കിലും. അതൊക്കെ ഒരാൾ പറയുന്ന സമയത്ത് അയാൾ ഇത്രത്തോളം സമൂഹത്തിൽ തീരെ അനഭിമതനായി മാറുന്ന അല്ലെങ്കിൽ അനഭിമതയായി മാറുന്ന രീതിയിലത്തേക്ക് അവരെ കണ്ട് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ മനോനില ഏത് അവസ്ഥയിൽ എത്തിയിരിക്കുന്നുണ്ട്, നമ്മുടെ സഹിഷ്ണുത എന്ന് പറയുന്നത് എത്രത്തോളം ഇല്ലാതായിരിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം വലിയൊരു ഫേക്ക് സൊസൈറ്റിയാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം പല കാര്യങ്ങളിലും നമ്മൾ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം പറയുന്നത് നമ്മളെല്ലാവരും തന്നെ പ്രബുദ്ധ മലയാളികളാണ് എന്നാണ്. ഇതാണോ പ്രബുദ്ധത? ഒരു വ്യക്തിക്ക് അവരുടെ മതവിശ്വാസത്തിനെ പറ്റി പറയുന്നതിന് അവസരമില്ലാതിരിക്കുന്നതാണോ പ്രബുദ്ധത? അവരവരുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളാതിരിക്കുന്നതും അവരെ ചീത്ത വിളിക്കുന്നതും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതും ഒക്കെയാണോ പ്രബുദ്ധത എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതിൽ ഞങ്ങളും നിങ്ങളും എന്ന രീതിയിലത്തേക്കുള്ള 2 കാറ്റഗറി ആയിട്ട് പൊതുസമൂഹത്തിനെ മാറ്റിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ എന്താണ്, നമ്മുടെ മതവിശ്വാസം എന്താണ്, അതിന് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ, അവർ ഏത് നിലയിലുള്ള ആൾക്കാരാണെങ്കിലും ജീവിതത്തിൽ അവർ എത്രത്തോളം അക്കംപ്ലിഷ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഞങ്ങളോടൊപ്പം ആണെങ്കിൽ മാത്രം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അല്ല എങ്കിൽ നിങ്ങളുടെ ഇത്രയും നാളത്തെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ ഒറ്റയടിക്ക് ഞങ്ങളതിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് നിങ്ങളെ അധിക്ഷേപിക്കും എന്ന രീതിയിലത്തേക്കൊക്കെ മാറുന്ന ഒരു സൊസൈറ്റി. അതിനൊരു മറുവശമായി പറയുന്നവർ, ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നതിന്റെ ഒരു മറുവശം, ഇത്രയും വലിയ പ്രശസ്തിയുള്ള ആളാണ് ചിത്രയെ പോലെ ഒരാൾ പറയുന്നത് അത് സമൂഹത്തെ ബാധിക്കും, അതുകൊണ്ട് തന്നെ ചരിത്രം മനസ്സിലാക്കാതെയുള്ള ഈ പറച്ചിൽ അത് അവരെ ഞെട്ടിച്ചു എന്നാണ് പറയുന്നത്. അല്ല, എന്ത് ചരിത്രമാണ് ഇതിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്? ഞാൻ പറയുന്നത് ഇത് രഹസ്യമായിട്ട് നടത്തുന്ന ഒരു ചടങ്ങല്ല. ഇത് ആരെങ്കിലും ഒരു കോടതി അതിന്റെ അന്തിമ വിധിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഫൈനാലിറ്റിയിലേക്ക് ഒരു വിധി എത്തുന്നതിന് മുൻപ് നടത്തുന്ന ഒരു ചടങ്ങല്ല. ഇത് നിയമപ്രകാരം നടക്കുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അയോധ്യയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ചരിത്രവും അവിടെയുള്ള രേഖകളും അവിടെയുള്ള കേട്ടുകേഴ്വിയായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, അതായത് ചരിത്രം ഉൾപ്പെടെ കേട്ടുകേഴ്വി ഉൾപ്പെടെ രേഖകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് കോടതി അവിടെ ഒരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് നൂറ്റാണ്ടുകളായിട്ടുള്ള
ഒരു പോരാട്ടമാണ്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ആർക്കിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടാകുന്നതിന് 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ഒരു ഹിന്ദു ആരാധനാ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിനെ പറ്റി പറയുന്നുണ്ട്. ആ ASIയുടെ അത്തരം കണ്ടെത്തലുകളെല്ലാം തന്നെ സുപ്രീം കോടതി വിധിയിൽ പ്രത്യേകമായി പരാമർശിക്കുകയും അത് ആ സമയത്ത് അയോധ്യയുമായി ബന്ധപ്പെട്ട ആ ഭാഗങ്ങളിലെല്ലാം നിലനിന്നിരുന്ന ഹിന്ദു ക്ഷേത്ര മാതൃകയാണ് എന്നത് അംഗീകരിക്കുകയും ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഒരു വസ്തു തർക്കത്തിൽ എങ്ങനെയാണോ നമ്മൾ അതിന്റെ അധികാരി ആരാണ് എന്ന് തീരുമാനിക്കുന്നത്, ആ രീതിയിൽ നിയമപരമായി വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ പരമോന്നത കോടതി തീർപ്പ് കൽപ്പിക്കുകയും ആ വിധി ഫൈനാലിറ്റി എത്തുകയും ചെയ്തതാണ്. ഫൈനാലിറ്റി എത്തുക എന്ന് പറയുമ്പോൾ അതിന് ലീഗലായിട്ടുള്ള പല അവന്യൂസും ആൾക്കാർക്ക് ചലഞ്ച് ചെയ്യാറുണ്ട്, റിവ്യൂ, ക്യൂറേറ്റീവ് പെറ്റീഷൻ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫൈനാലിറ്റി എത്തിയിരിക്കുന്ന ഒരു വിധിയിൽ അവിടെ എന്താണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്? ഈ തർക്കഭൂമിയായിട്ടുള്ള 2.25 ഏക്കർ 2.77 ഏക്കർ സ്ഥലം ഒരു ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് അവിടെയുള്ള ഹിന്ദു പാർട്ടിക്ക് വിട്ടുകൊടുക്കുന്നു എന്നാണ്. അപ്പൊ പിന്നെ അവിടെ നടത്തേണ്ടത് എന്താണ്? ക്ഷേത്ര നിർമ്മാണമാണ്. ആ ക്ഷേത്രം നിർമ്മിക്കുന്നത് സർക്കാരാണോ? അല്ല. പകരം ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് രൂപീകരിക്കാനായിട്ട് പറഞ്ഞതാരാണ്? സുപ്രീം കോടതിയാണ്. അപ്പോൾ ആ ട്രസ്റ്റ് എങ്ങനെയായിരിക്കണം, അവരെങ്ങനെയാണ് അതിൽ നിന്ന് ധനസമാഹരിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശത്തോടുകൂടി നിയമവിധേയമായി നടന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ പിന്നീട് എന്ത് ചരിത്രമാണുള്ളത്, പിന്നീട് എന്ത് ഭൂമിശാസ്ത്രമാണുള്ളത്, പിന്നീട് ശ്രീ പണിക്കർ, ഇതിനു മുൻപും അവസാന ചോദ്യമാണ്, ഇതിനു മുൻപും ചിത്ര ഈ ഭക്തി വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഭക്തി ഗാനങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട്, ഒരുപാട് വേദികളിൽ ക്ഷേത്ര വേദികളിൽ എത്തിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ ചെറിയ ക്ഷേത്രങ്ങളുടെയൊക്കെ ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടിട്ടാകുമല്ലോ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഈ പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ എടുത്തു കൊടുക്കുക. അങ്ങനെ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ ആകണം ഈ വീഡിയോയും എടുത്തിട്ടുണ്ടാവുക KS ചിത്ര. അങ്ങനെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊരു വലിയ വിവാദമാകുന്നത് അതിനൊരു രാഷ്ട്രീയമുണ്ടോ എന്നാണ് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ആ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു അന്തിമ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഓപ്പണായിട്ട് നടത്തുന്ന ഒരു ടെമ്പിൾ കൺസ്ട്രക്ഷനിലെ പ്രാണപ്രതിഷ്ഠയാണ് അവിടുത്തെ ചടങ്ങ്. ആ ചടങ്ങ് ഒരു ഹിന്ദു ആരാധന രീതിക്ക് പ്രകാരം അതവിടെ നടക്കുന്ന സമയത്ത് അതിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്കാർ അവരുടെ വീടുകളിൽ നിന്നിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അവിടെ മറ്റേതെങ്കിലും ഒരു മതത്തിലുള്ള ആൾക്കാരെ അധിക്ഷേപിക്കാനായിട്ട് പറയുന്നില്ല, മറ്റേതെങ്കിലും ഒരു മതത്തിനെ നിന്ദിക്കാനായിട്ട് പറയുന്നില്ല. ആകെ പറയുന്നത് ആർക്കും യാതൊരു വിധത്തിലുള്ള ശല്യവുമില്ലാത്ത രീതിയിൽ വീട്ടിലിരുന്ന് നിങ്ങൾ വിളക്ക് കൊളുത്തി നാമം ജപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അവസാനിപ്പിക്കുന്നത് തന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ സ്വന്തം മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യത്തിനെ അനുവർത്തിക്കാനായിട്ട് ഒരാൾ പറയുക എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 25-ലും 26-ലും പറയുന്നത് എന്താണ്? നിങ്ങളുടെ നിഷ്ഠയ്ക്കനുസരിച്ച് നിങ്ങളുടെ മതത്തിനെ പ്രചരിപ്പിക്കാനും പ്രാക്ടീസ് ചെയ്യാനും എല്ലാമുള്ള അധികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ചിത്രയ്ക്ക് മാത്രം അത് എങ്ങനെ ഇല്ലാതെയാകും? ചിത്ര അത് പറയുന്ന സമയത്ത് അത് എങ്ങനെയാണ് എതിരാവുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളും നിങ്ങളും എന്ന രീതിയിലേക്കുള്ള ഒരു ഭിന്നിപ്പ് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീജിത്ത് പണിക്കർ ഞങ്ങളോട്